ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മളിന്ന് വീണ്ടും ഒരു നോവൽ ഡിസ്കസ് ചെയ്യുകയാണ്. തിയഡോർ ഡ്രൈസറിൻ്റെ സിസ്റ്റർ കാരി എന്ന് പറയുന്ന നോവലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഥറിനെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം തിയോഡോർ ഹെർമൻ ആൽബർട്ട് ഡ്രൈസർ എന്നാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ് ആൻഡ് ജേർണലിസ്റ്റ് ഓഫ് ദ നാച്ചുറൽ സ്കൂൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് നോക്കുകയാണെങ്കിൽ സിസ്റ്റർ കാരി അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. മറ്റ് വർക്ക്സ് നോക്കുകയാണെങ്കിൽ ദ ഫിനാൻസിയർ, ദ ടൈറ്റൻ, ദ ജീനിയസ്, ആൻ അമേരിക്കൻ ട്രാജഡി, ഫ്രീ ആൻഡ് അതർ സ്റ്റോറീസ്, ദ ടോട്ടൽ സ്ട്രേഞ്ചർ, ദ സ്റ്റോയിക് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്ലേസ് നോക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് ദ നാച്ചുറൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് 1916 പ്ലേ ഉണ്ട്. പിന്നെ ദ ഹാൻഡ് ഓഫ് ദ പോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ഉണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ പോയട്രി ഉണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ കാരി എന്ന് പറയുന്ന നോവലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോവലിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് കാരി മെബറെയാണ്. കാരി മെബർ 18 വയസ്സുള്ളപ്പോൾ തൻ്റെ വീട് വിട്ടിറങ്ങി ട്രെയിൻ പിടിച്ച് ചിക്കാഗോയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ചിക്കാഗോയിലേക്കുള്ള യാത്രയ്ക്കിടെ കാരി എന്ത് ചെയ്യാണ്, ഒരു ട്രാവലിംഗ് സെയിൽസ്മാനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡ്രൗവർട്ട് എന്നാണ്. കുറച്ച് വീക്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അവർ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കാരി ഹേഴ്സ്വുഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുകയും അയാൾ അവളെ കിഡ്നാപ്പ് ചെയ്ത് ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ന്യൂയോർക്കിൽ പോകുമ്പോൾ ഈ ഹേഴ്സ്വുഡ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അയാളൊരു ഫിനാൻഷ്യൽ ഡിക്ലൈനിലാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് ഫോഴ്സ് ചെയ്യുകയാണ്, അതായത് തിയേറ്ററിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയാണ്. അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവൾ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു വെൽ നോൺ ആക്ട്രസ് ആയിട്ട് മാറുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യനെ വിട്ടിട്ട് അവൾ മൂവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ബ്രോഡ്വേസിലെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് അവർ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കുറേ വെൽത്തൊക്കെ അക്യുമുലേറ്റ് ചെയ്യണുണ്ട്, കുറേ കാശൊക്കെ സമ്പാദിക്കുന്നുണ്ട്, ഒരു വെൽ നോൺ ആക്ട്രസ് ഒക്കെ ആവുന്നുണ്ടെങ്കിലും ഷീ വാസ് അൺഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദ നോവൽ. ഇനി നമ്മൾ കാണുന്ന ക്യാരക്ടർ ചാൾസ് എച്ച് ഡ്രൗവർട്ട് ആണ്. ഈ ചാൾസ് ആണ് കാരി എന്ത് ചെയ്യുന്നത്, ചിക്കാഗോയിലേക്ക് പോകുമ്പോൾ മീറ്റ് ചെയ്യുന്നത്. ആദ്യം ചാൾസ് ഡ്രൗവർട്ട് അവളെ കാണുമ്പോൾ അവൾ ഭയങ്കര പുവറായിട്ട് ആകെ ഒരു മോശം അവസ്ഥയിലായിരുന്നു. അങ്ങനെ തൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് അവളെ കൺവിൻസ് ചെയ്ത് അയാൾ കൂടെ കൂട്ടുന്നുണ്ട്. അയാളാണ് നമ്മുടെ ഹേഴ്സ്വുഡ് എന്ന് പറയുന്ന ഇയാളുടെ ഫ്രണ്ടാണ്. ഹേഴ്സ്വുഡിന് കാരിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ ഡ്രൗവർട്ടാണ്. ഡ്രൗവർട്ട് മാത്രമാണ് ഈ നോവലിൽ ത്രൂ ഔട്ട് ദ എൻറ്റയർ നോവൽ യാതൊരു ചേഞ്ചും ഇല്ലാതെ റിമൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്ന മിന്നി ഹാൻസൺ ആണ്. മിന്നി ഹാൻസൺ എന്ന് പറയുന്നത് കാരിയുടെ സിസ്റ്ററാണ്. ഈ സിസ്റ്ററിൻ്റെ ഒപ്പമാണ് ആദ്യം നമ്മുടെ കാരി ജീവിച്ചുകൊണ്ടിരുന്നത് ചിക്കാഗോയിൽ. അവരൊരു ഹൗസ് വൈഫാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ദിവസം മുഴുവൻ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മളവരെ കാണുന്നത്. പക്ഷേ കാരിക്ക് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡ്രൗവർട്ട് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാൻസൺ ഹോം വിട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവിടേക്ക് അയാളുടെ കൂടെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന ക്യാരക്ടർ സ്പെൻ ഹാൻസൺ ആണ്. മിന്നി ഹാൻസൻ്റെ ഹസ്ബൻഡാണ്. അയാൾ സ്റ്റോക്ക് യാർഡ്സിൽ റെഫ്രിജറേറ്റർ കാർഡ്സൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ കാശ് ഇങ്ങനെ സ്ലോ അക്യുമുലേഷൻ ഓഫ് വെൽത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇറ്റ്സ് ക്വൈറ്റ് ബോറിങ്. ജോലിയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഫോക്കസസ് ഓൺ ദ ന്യൂസ് പേപ്പർ, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ആൻഡ് ഒൺലി പുട്ട്സ് അപ്പ് വിത്ത് കാരി. കാരണം എന്ന് വെച്ചാൽ ഹി തിങ്സ് ദാറ്റ് ഷീ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം, അതുകൊണ്ട് മാത്രം. ഇനി നമ്മൾ ഫിറ്റ്സ് ജെറാൾഡിനെയും മോയെയും കാണുന്നുണ്ട്. നമ്മുടെ ഹേഴ്സ്വുഡിന് ചിക്കാഗോയിലൊരു ബാറുണ്ട്. ഹി ഈസ് സക്സസ്ഫുള്ളി റണ്ണിങ് എ ബാർ. ആ ബാറിലെ എംപ്ലോയേഴ്സാണ് ഈ ഫിറ്റ്സ് ജെറാൾഡും മോയും. ഇനി നമ്മൾ ജോർജ് ഡബ്ല്യു ഹേഴ്സ്വുഡിനെ കാണുന്നുണ്ട്. ഈ ഫിറ്റ്സ് ജെറാൾഡിൻ്റെയും മോയുടെയും മാനേജറായിട്ടാണ് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഡാഷിങ് യങ് മാൻ ആണ്. ഭയങ്കര സക്സസ് ഒക്കെ അച്ചീവ് ചെയ്ത ഒരു മനുഷ്യനാണ്. അയാൾക്ക് കാരിയോട് ഇഷ്ടം തോന്നിയിട്ട് സ്ലോലി അയാൾ കാരിക്ക് വേണ്ടിയിട്ട് ജോലിയും ഫാമിലിയും വീടും ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ ഇവഞ്ച്വലി അവൻ്റെ എംപ്ലോയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാശ്, അതായത് $10,000 ഒക്കെ മോഷ്ടിച്ചിട്ട് കാരിയുടെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂയോർക്കിലേക്ക് നാട് വിടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ന്യൂയോർക്കിലെത്തി ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ അവിടെ അവന് ബിസിനസ്സൊക്കെ ഫെയിലിയറായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഇവഞ്ച്വലി അയാൾ ഒരു ഐഡിയലറായിട്ടൊന്നും ചെയ്യാതെ കുത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവഞ്ച്വലി കാരി എന്ത് ചെയ്യാണ്, അയാളെ വിട്ടിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫൈനലി അയാളൊരു ഹോംലെസ് മാനായിട്ട് സൂയിസൈഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ജൂലിയ ഹേഴ്സ്വുഡിനെ കാണുന്നുണ്ട്. ജോർജ് ഹേഴ്സ്വുഡിൻ്റെ വൈഫാണ്. ഒരു പവർഫുൾ വുമനാണ്.
നമ്മുടെ ഹേഴ്സ്വുഡ് ക്യാരിയുടെ ചുറ്റും കൂടുമ്പോൾ, ക്യാരിയുമായിട്ട് കൂട്ടുകൂടുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡിറ്റക്റ്റീവിനെയൊക്കെ ഹയർ ചെയ്യും. എന്നിട്ട് എന്താ നടക്കണതെന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു ലോയറിനെയൊക്കെ ഹയർ ചെയ്ത് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെപ്പോഴും അവരുടെ സ്വന്തം സക്സസ്സിലും അതുപോലെ അവരുടെ ഡോട്ടർ ജെസീക്കയുടെ സക്സസ്സിലും ജെസീക്കയിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വുമനായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ജോർജ് ഹേഴ്സ്വുഡ് ജൂനിയർ ഉണ്ട്. നമ്മുടെ ജോർജ് ഹേഴ്സ്വുഡിൻ്റെ മകനാണ്. അയാളൊരു യങ് ലോയറാണ് ഹു എൻജോയ്സ് ലൈഫ് ഓഫ് എ സൗണ്ട്, ഒരു പ്രൈവറ്റ് ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യരാണ്. ജെസീക്ക ഹേഴ്സ്വുഡ് ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ജോർജ് ഹേഴ്സ്വുഡിൻ്റെ ഡോട്ടറാണ്. ഷീസ് ആക്ച്വലി എ സ്നോബ്, പക്ഷേ എപ്പോഴും ഭയങ്കര കാശുള്ളൊരു മനുഷ്യനെ കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹു സ്ട്രൈവിങ് ടു ജോയിൻ അപ്പർ ക്ലാസ് സൊസൈറ്റി ആൻഡ് മാരി വെൽത്തി. ആ ഒരു കാര്യത്തിൽ അവർ സക്സസ് ആവുന്നുമുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റാൻഡേർഡ് തിയേറ്ററിൽ ഒരു ഓഫീസറായിട്ട് ഫ്രാങ്ക് എ ഹെയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ഫ്രാങ്ക് എ ഹെയിൽ. അത് കഴിഞ്ഞ് മിസ്സസ് ഹെയിലിനെ കാണുന്നുണ്ട്. ഈ ഫ്രാങ്ക് ഹെയിലിൻ്റെ വൈഫാണ്. ഈ ഒരു സ്ത്രീയാണ് നമ്മുടെ ക്യാരിയെ ചിക്കാഗോയിലെ ആ ഒരു വെൽത്തിയർ ലൈഫ് സ്റ്റൈലിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മുടെ ക്യാരി എന്ത് മനസ്സിലാക്കുന്നത്, ഡ്രൗവേർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹേഴ്സ്വുഡ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഈ മിസ്സസ് ഹെയിലിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ്. പിന്നെ മിസ്സസ് വാൻസി ഉണ്ട്. വാൻസി നമ്മുടെ ക്യാരിയുടെ നെയ്ബറാണ് ഈ ന്യൂയോർക്കിൽ. ഈ ബ്രോഡ്വേ സൊസൈറ്റിയിലേക്ക് ക്യാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇവരാണ്. പിന്നെ ബോബ് ആമസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. നമ്മുടെ മിസ്സസ് വാൻസിയുടെ കസിനാണ്. ഹീസ് മോഡൽഡ് ഓൺ തോമസ് എഡിഷൻ. അവൻ്റെ ഇൻഫ്ലുവൻസാണ് നമ്മുടെ ക്യാരിയെ അവളുടെ ആ ഒരു സക്സസ്സിൽ ഡിസൊല്യൂഷൻഡ് ആയി പോകാൻ കാരണമാവുന്നത്. നമ്മുടെ ക്യാരി ഒരു ആക്ട്രസ്സാണ് ഇൻ കോമഡി. ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കര സക്സസ്ഫുള്ളായി. പക്ഷെ ആ ഒരു സക്സസ്സിൽ ഡിസൊല്യൂഷൻഡ് ആയി പോകുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോബ് ആമസ് ആണ്. ഇനി ലോല ഓസ്ബ്രോണിനെ കാണുന്നുണ്ട്. ലോല ഓസ്ബ്രോൺ നമ്മുടെ ക്യാരിയെ ഹെൽപ്പ് ചെയ്യുന്ന, ആ കോറസ് ലൈനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗേളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവൻച്വലി ക്യാരിയുടെ റൂംമേറ്റ് ആയിട്ട് മാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മുടെ കഥ തുടങ്ങിയാണ്. ആരാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ്? കെറോളിൻ മെബർ എന്ന് പറയുന്ന ക്യാരിയാണ്. അവൾക്ക് വയസ്സ് 18. അവൾ ചിക്കാഗോയിലേക്ക് പോകാൻ ഒരു ട്രെയിൻ പിടിച്ചിരിക്കുകയാണ്. ട്രെയിനിൽ അവളുടെ അടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ പേരെന്താണ്? ഡ്രൗവേർട്ട് എന്നാണ്. ഇവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാളുടെ ഒരു നല്ല ഭംഗിയുള്ള ക്ലോത്തിങ്ങും നല്ല ഫൈനായിട്ടുള്ള ക്ലോത്തിങ്ങും മാനേഴ്സും ഒക്കെ കണ്ടിട്ട് ഇവൾക്ക് ഇയാളോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ നേരം സംസാരിച്ചു. ചിക്കാഗോയിൽ എത്തിയപ്പോൾ അവൾ ഗുഡ് ബൈ പറഞ്ഞു പോയി. പക്ഷേ പോണതിന് മുന്നേ എന്ത് ചെയ്തു? അവൾ അവളുടെ അഡ്രസ്സ് അയാൾക്ക് കൊടുക്കുകയും കൂടി ചെയ്തു. ചിക്കാഗോയിലെത്തി ക്യാരി എന്ത് ചെയ്യാണ്? ക്യാരിയുടെ സിസ്റ്ററായിട്ടുള്ള മിന്നി ഹാൻസൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ പോയി മിന്നിയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു റൂമിൽ താമസം തുടങ്ങി. മിന്നിയുടെ ഹസ്ബൻഡ് ആരാണ്? മിസ്റ്റർ ഹാൻസൺ ആണ്. രാത്രിയായപ്പോൾ ജോലി കഴിഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ ഇവളെ അയാൾ വലുതായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല. അപ്പോൾ ക്യാരിക്ക് ഒരു കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഹാൻസൺ എന്ത് ചെയ്യാണ്? അവിടെ താമസിക്കുകയാണല്ലോ, അപ്പോൾ ഒരു റെൻറ്റ് കൊടുക്കണം. ഒരു ജോലിക്ക് പോയിട്ട് റെൻറ്റ് കൊടുക്കണം. അതായത് അയാളുടെ ചിലവിൽ അവിടെ നിൽക്കാൻ ഇവളെ നിർത്താൻ അയാൾക്ക് വലിയ താല്പര്യമില്ല എന്ന് പെട്ടെന്ന് തന്നെ ക്യാരിക്ക് മനസ്സിലായി. അപ്പോൾ ക്യാരി എന്ത് ചെയ്തു? ജോലി അന്വേഷിച്ച് ഇറങ്ങുകയാണ്. വീക്കെൻഡ് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു സിറ്റിയുടെ കൊമേഴ്ഷ്യൽ പാർട്ടിലേക്ക് ഇറങ്ങുകയാണ് ഒരു ജോലി അന്വേഷിച്ച്. അപ്പോൾ നാച്ചുറലി ടിമിഡ് ആയിട്ടുള്ള നമ്മുടെ ക്യാരിക്ക് ഏതെങ്കിലും ഫാക്ടറിയിലോ ഷോപ്പിലോ ഒക്കെ കയറി ജോലി ചോദിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം അവൾക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടന്നിട്ട് അവസാനം ഒരു ഷൂ ഫാക്ടറിയിലൊക്കെ ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഷൂ ഫാക്ടറിയിൽ ക്യാരി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഭയങ്കര കുറവ് സാലറി ഉള്ളൂ. ആ സാലറി അവൾക്ക് റെൻറ്റും കൊടുത്തതിന് ശേഷം വിൻ്റർ വരികയാണ്. അപ്പോൾ വിൻ്റർ ക്ലോത്ത്സ് ഒന്നും വാങ്ങാനും കൂടിയായിട്ട് തികയത്തില്ല. അങ്ങനെ ആ തണുത്ത വെതറിൽ എന്ത് ചെയ്തു? ക്യാരിക്ക് അസുഖം പിടിച്ചു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അസുഖത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ ആ പുതിയ ജോലി പോയി. കുറേ ദിവസം കൊണ്ട് ജോലിക്ക് പോകുന്നില്ലല്ലോ, ജോലി പോയി എന്നൊക്കെ മനസ്സിലായി. ക്യാരി എന്ത് ചെയ്തു? വീണ്ടും സ്ട്രീറ്റിലേക്ക് തന്നെ പോയി. അവിടെ ചെന്നിട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ട്രൈ ചെയ്യുകയാണ്. പക്ഷേ പുതിയ ജോലിയൊന്നും കിട്ടാതാവുമ്പോൾ ക്യാരി ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ജോലി കിട്ടാതെ ഫ്രസ്ട്രേറ്റഡ് ആയി നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ തുടങ്ങുമ്പോഴേക്കും ക്യാരി ആക്സിഡൻ്റലി സ്ട്രീറ്റിൽ വെച്ച് ഡ്രൗവേർട്ടിനെ മീറ്റ് ചെയ്യുകയാണ്. അയാൾ കൈൻഡ്ലി അവളോട് നമുക്കൊരു മീൽ കഴിക്കാൻ പോകാം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഫൈൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ഇൻസിസ്റ്റ് ചെയ്തിട്ട് അയാൾ കൺവിൻസ് ചെയ്യുകയാണ് അവളെ. എന്ത് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ഒരു $20 ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരിക്ക് ആ കാശ് വാങ്ങാൻ താല്പര്യമില്ല. അതുമാത്രമല്ല, മിന്നി എങ്ങാനും കണ്ടാൽ നിനക്ക് എവിടെ നിന്നാണ് ഈ കാശ് കിട്ടി എന്ന് ചോദിച്ചിട്ട്
ചോദിക്കും എന്നൊക്കെ അവൾക്ക് പേടിയുണ്ട്. അപ്പം ഈ കാശ് ഞാൻ സ്പെൻഡ് ചെയ്യണ്ട, അടുത്ത ദിവസം ഇയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാം എന്നൊക്കെ അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസവും ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്യുമ്പോൾ ഇയാൾ ഇവളെ എന്ത് ചെയ്യും, ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവൾക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ, വിൻ്റർ ക്ലോത്ത്സ് ഒന്നും ഇല്ലല്ലോ, അവൾക്ക് ഒരു എൻജോയ് വാർഡ്രോബ് തന്നെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ അവളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു വേ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഒരു നല്ലൊരു ഇമ്പ്രഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇയാളെ പറ്റി അവൾക്ക്. അങ്ങനെ ഒരു വീട് അയാൾ റെൻറ്റിന് കൊടുക്കാമെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. ഫൈനലി അവൾ ഓക്കെ, നല്ല മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്യുന്നുണ്ട് ടു അലോ ഹിം ടു റെൻറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് ഫോർ ഹർ. പിന്നീട് വീട്ടിൽ അവൾക്ക് എടുക്കാനുണ്ടായിരുന്നതൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ നോട്ട് എഴുതി വെച്ചിട്ട് അവൾ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൊണ്ട് നമ്മുടെ റോബർട്ടുമൊത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ക്യാരി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് റോബർട്ട് അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ഹാസ്റ്റ്വുഡിനെ ക്യാരിക്ക് പരിചയപ്പെടുത്തുന്നത്. ഹാസ്റ്റ്വുഡ് അവിടുത്തെ സിറ്റിയിലെ ഒരു ടോപ്പ് ബാറിലെ ഒരു മാനേജറാണ്. ഹാസ്റ്റ്വുഡ് നമ്മുടെ റോബർട്ടിനെക്കാളും മോർ റിഫൈൻഡ് ആണ്, എലഗൻ്റ് ആണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ റോബർട്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരും, ക്യാരിയും റോബർട്ടുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, കാർഡ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഇയാൾ ഓഫർ ചെയ്യുന്നുണ്ട് ടു ടേക്ക് ദം ടു ദ തിയേറ്റർ. ഒരു ദിവസം റോബർട്ട് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു, അയാൾ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ ക്യാരിയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഫൈനലി ഗെറ്റിംഗ് ഹർ ടു കിസ് ഹിം വൈൽ ഓൺ എ ബഗ്ഗി റൈഡ്. അങ്ങനെ അയാൾക്ക് അവളോട് മാഡ്ലി പ്രണയം തോന്നുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും, അതായത് നമ്മുടെ ക്യാരിയും ഹാസ്റ്റ്വുഡും തമ്മിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊന്നും റോബർട്ടിന് അറിയില്ല. ഹി റിട്ടേൺസ് ടു ചിക്കാഗോ ഫോർ സെവറൽ വീക്സ്. അയാളാണെങ്കിൽ അയാളുടെ മാൻഷൻ ലോഡ്ജിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ക്യാരിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ചെയ്യാമോ എന്ന്. ക്യാരി എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാസ്റ്റ്വുഡ് എന്ത് ചെയ്യാണ്, അവിടെ കുറേ ആൾക്കാർ, അതായത് നമ്മുടെ സിറ്റിയിൽ തന്നെ ടോപ്പ് പീപ്പിളിനെയൊക്കെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ടു വാച്ച് ഹർ പെർഫോമൻസ്. അങ്ങനെ റോബർട്ടിൻ്റെ സപ്പോർട്ടോടു കൂടി നമ്മുടെ ക്യാരി അവിടെ ഒരു സ്റ്റണ്ണിങ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാസ്റ്റ്വുഡിനാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ അയാൾ ഇൻസെയിൻലി ജെലസ് ആവാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് നമ്മുടെ ഹാസ്റ്റ്വുഡിൻ്റെ ഫാമിലി ലൈഫ് ആകെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാൾ സ്വന്തം ഭാര്യയെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് മൊത്ത സമയവും ക്യാരിയെ കാണാൻ വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇയാളുടെ വൈഫിന് പതിയെ പതിയെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. റോബർട്ടും മനസ്സിലാക്കുന്നുണ്ട് ക്യാരി ഒരുപാട് സമയം ഹാസ്റ്റ്വുഡുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് റോബർട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഹാസ്റ്റ്വുഡ് ആണെങ്കിൽ ഫൂളിഷ്ലി അയാളുടെ വൈഫുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ക്യാരിക്ക് വേണ്ടിയിട്ട്. ഫൂളിഷ്ലി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അയാൾ റിയലൈസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്, മൊത്തം പ്രോപ്പർട്ടിയും അയാളുടെ വൈഫിൻ്റെ പേരിലാണുള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്യാൻ, ഒരു ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യാണ്, ഒരു ലോയറിനെയൊക്കെ ഹയർ ചെയ്തിട്ട്. എന്നിട്ട് ഇയാളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നുണ്ട്. ഇപ്പോൾ ഹാസ്റ്റ്വുഡിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അയാൾ വർക്ക് പ്ലേസിൽ പോവും. എന്നിട്ട് നൈറ്റ്സൊക്കെ ഒരു ലോക്കൽ ഹോട്ടലിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഒരു ഈവനിങ്ങിൽ അയാൾ ബാറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ സേഫ്, പൈസ വെക്കുന്ന സേഫ് അൺലോക്ക്ഡ് ആണെന്ന്. എന്നിട്ട് അതിൽ നിന്നൊരു $10,000 അയാൾ കയ്യിലെടുക്കുന്നുണ്ട്. പക്ഷേ ആ പൈസ അയാൾക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റുന്നതിന് മുന്നേ എന്ത് ചെയ്തു, ആക്സിഡൻ്റലി ആ സേഫ് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒന്നും ചിന്തിക്കാതെ ആ കാശും കൊണ്ട് പെട്ടെന്ന് ക്യാരിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി പോവാണ്. ഇയാൾക്ക് ക്യാരിയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്നാണ്. എന്നിട്ട് ഇയാൾ ക്യാരിയോട് പറയുന്നുണ്ട് റോബർട്ടിൻ്റെ ആക്സിഡൻ്റ് ആയി, ഹോസ്പിറ്റലിലാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചിറക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ക്യാരിയും കൂട്ടിയിട്ട് ട്രെയിൻ കയറി ഡെട്രോയിറ്റിൽ പോവാണ്. അവിടെ നിന്ന് മോൺട്രിയലിലേക്കും പോവാണ്. അപ്പം ഇയാളുടെ ഈ ഒരു ബിഹേവിയർ കണ്ടിട്ട് ക്യാരി ആകെ അപ്സെറ്റാണ്, അതുപോലെ ഫ്യൂരിയസ് ആണ്. പക്ഷേ പാസീവ്ലി അവരൊന്നും ചെയ്യുന്നില്ല, റെസിസ്റ്റ് ഒന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, മോൺട്രിയലിൽ പോവാണ്. മോൺട്രിയൽ എത്തിയിട്ട് അവിടെ നിന്ന് അവർ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവാണ്. ന്യൂയോർക്ക് സിറ്റിയിലെത്തി അയാൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റൊക്കെ, ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ഇനി പ്രോസിക്യൂഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മോഷ്ടിച്ച കാശ് തിരിച്ചയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് $1,300 മാത്രമേ ഇയാൾ കയ്യിൽ വെക്കുന്നുള്ളൂ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാളൊരു ബാറൊക്കെ അവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു പാർട്ട്ണറിനെയൊക്കെ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ബാറിൻ്റെ 1/3 സ്റ്റേക്ക് $1,000 വാങ്ങുന്നുണ്ട്. കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ബാർ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ത് ചെയ്തു, ബാറൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ പുതിയൊരു ഓഫീസ് ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് ഈ ബാറൊക്കെ നിർത്തിയിട്ട് ഇവരെ പുറത്തേക്ക് കിക്ക് ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ ഹാസ്റ്റ്വുഡിൻ്റെ കയ്യിൽ അവസാനം ഒരു $700 മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കാനും അയാൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ അയാളും ക്യാരിയും കൂടി കുറച്ചും കൂടി ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ്.
അയാൾ കുറച്ച് ജോലിയൊക്കെ നോക്കി, ജോലിയൊന്നും കിട്ടിയില്ല. ഹെർട്സ്ഫോർഡ് സ്ലോലി ഒരു ഐഡിൽനെസ്സിലേക്ക് വീഴുകയാണ്. അയാൾ ആകെ ചെയ്യുന്നത് ഗ്യാംബ്ലിംഗ് ഒക്കെയാണ്. എന്നിട്ട് ഒരു ദിവസം 1 നൈറ്റിൽ അയാൾക്ക് $100 ഒക്കെ നഷ്ടമാവുന്നുണ്ട്. പതിയെ ക്യാരിക്ക് ഇയാളിലുള്ള ഇൻട്രസ്റ്റൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഷീ കൺസിഡേർഡ് ഫൈൻഡിങ് അതർ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹെർട്സ്ഫോർഡ് ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ആകെ ഒരു ഐഡിൽനെസ്സാണ്. ഈവൻ ഇട്ട ആ പഴയ ക്ലോത്ത്സോട് കൂടി തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുക മാത്രമാണ് അയാൾ ചെയ്യുന്നത്. ആൻഡ് ഹീസ് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് മണി. കയ്യിൽ യാതൊരു കാശും ഇല്ല. അങ്ങനെ ക്യാരി ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ആദ്യം ബ്രോഡ്വേ ഷോയിൽ കോറസിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു അവസരം വരുന്നുണ്ട്. പക്ഷേ അവരുടെ സാലറി എന്ന് പറയുന്നത് ഒന്നിനും തികയാത്തൊരവസ്ഥയാണ്. പിന്നീട് അവിടെ നിന്ന് ഈ കോറസ് ലൈൻ്റെ ലീഡായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് കുറച്ചും കൂടി കാശ് കിട്ടുന്ന ഒരു ഡാൻസിങ് പൊസിഷനിലേക്ക് ഇവർ മാറുന്നുണ്ട്. പക്ഷേ ഹെർട്സ്ഫോർഡിനോട് ഈ ഒരു പൊസിഷൻ അപ്ഗ്രേഡ് ആവുന്നതും സക്സസ് ആവുന്നതൊന്നും അവർ പറയുന്നില്ല. ബിക്കോസ് ഷീ നീഡ് എക്സ്ട്രാ മണി ടു പർച്ചേസ് ക്ലോത്ത്സ് ഫോർ ഹെർസെൽഫ്. ഹെർട്സ്ഫോർഡ് അവസാനമായിട്ടൊരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഒരു ജോലി കിട്ടുന്നുണ്ട്. ഒരു ട്രോളി കാർ വർക്കേഴ്സൊക്കെ അവിടെ സ്ട്രൈക്കിലായിരുന്നു. ആ സമയത്ത് അയാൾ മാത്രം ആ പൊസിഷന് അപ്ലൈ ചെയ്തിട്ട് അയാൾ ഒരു സ്കാബ് ആവുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും സ്ട്രൈക്കിലാണല്ലോ. അപ്പോൾ ഒരു ആംഗ്രി മോബ് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാനം അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ക്യാരി ഇയാളെ വിട്ടിട്ട് ക്യാരിയുടെ ഒരു ആക്ട്രസ് ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ ഒരു ദിവസം വാക്കിന് പോയ സമയത്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ക്യാരിയുടെ ഒരു റൈസും ഹെർട്സ്ഫോർഡിൻ്റെ ഒരു ഫോളുമാണ്. ഹെർട്സ്ഫോർഡ് ആണെങ്കിൽ ഫൈനലി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഹോംലെസ് ബെഗറായിട്ട് മാറുന്നുണ്ട്. എങ്ങനെ ഏതെങ്കിലും ചീപ്പ് ഹോട്ടൽസിലൊക്കെ താമസിക്കുകയും റോഡിലൊക്കെ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഹോംലെസ് ബെഗറായിട്ട് മാറുന്നുണ്ട്. ക്യാരി ആണെങ്കിൽ ഒരു ഓവർനൈറ്റ് സ്റ്റാറായിട്ട് ആഴ്ചയിൽ $150 കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുന്ന ഒരു ഓവർനൈറ്റ് സ്റ്റാറായിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഡ്രൗവഡിനെയാണ്. അയാൾ ന്യൂയോർക്കിൽ വന്നിട്ട് ക്യാരിയുമായിട്ടുള്ള ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഷീ ബ്രഷ്ഡ് ഹിം ഓഫ്. പിന്നെ ഹെർട്സ്ഫോർഡ് ആണെങ്കിൽ ഡിസ്പയറിൽ എന്ത് ചെയ്യാണ്, ഭയങ്കര ഡെസ്പയർ ആയിപ്പോയി അയാൾക്ക്. അയാൾ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ ഒരു ദിവസം രാത്രി എന്ത് ചെയ്യുന്നുണ്ട്, മീതെയിൻ ഗ്യാസ് തുറന്നു വിട്ടിട്ട് അയാൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഇയാൾ സൂയിസൈഡ് ചെയ്തിട്ട് ഇയാളുടെ ബോഡി ഇവിടെ ഷിപ്പിൽ കാട്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ വൈഫും അതുപോലെ ഡോട്ടറും, അയാളുടെ ഡോട്ടർ ഇപ്പോൾ ന്യൂലി ഒരു വെൽത്തി യങ് മാനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ, ആ മനുഷ്യൻ്റെ കൂടെ ഡോട്ടറും വൈഫും എന്ത് ചെയ്യാണ്, റോമിലേക്ക് ഒരു വോയേജ് പോകുന്നുണ്ടായിരുന്നു. ക്യാരി ആണെങ്കിൽ കുറേ കാശൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഭയങ്കര അൺഹാപ്പിയാണ്. അവർ ഇത്ര നാളും കോമഡിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഇനി ഡ്രാമ പെർഫോം ചെയ്യണം എന്നാണ് അവരുടെ ഇനിയുള്ള ആഗ്രഹം. ഇങ്ങനെയാണ് നമ്മുടെ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ നോവലിൻ്റെ സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.